ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന ഭാഗത്തിലെ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ്. നദീതട സംസ്കാരങ്ങളിലൂടെ ഹരപ്പൻ സംസ്കാരം. The Harappan civilization. ഇന്ത്യൻ സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്താണ് ഇത് നിലനിന്നിരുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്നപ്പോഴാണ് ഹാരപ്പയിലെ ഗവേഷണം ആരംഭിച്ചത്. ഹാരപ്പയിലെ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയാറാം സാഹ്നി ആയിരുന്നു. മോഹൻജാദാരോയിലെ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് RD ബാനർജി ആയിരുന്നു. സംസ്കാരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ തെളിവ് ഹരപ്പയിൽ നിന്ന് ലഭിച്ചതിനാൽ ഈ സംസ്കാരം ഹരപ്പൻ സംസ്കാരം എന്ന് അറിയപ്പെടുന്നു. ഈ സംസ്കാരം സിന്ധു നദീതടത്ത് നിലനിന്നിരുന്നതിനാൽ ഈ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. ജമ്മു കാശ്മീർ മുതൽ നർമ്മദ താഴ്വര വരെയും പടിഞ്ഞാറൻ പാകിസ്ഥാൻ മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെയും ഈ സംസ്കാരം നിലനിന്നിരുന്നു. BC 2700 മുതൽ BC 1700 വരെയാണ് ഈ സംസ്കാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ഹരപ്പ, മോഹൻജദാരോ, ലോഥൽ, കാളിബംഗൻ, സുത്കാജന്തർ എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ഈ സംസ്കാരത്തിന്റെ നഗര കേന്ദ്രം. ആസൂത്രണം ആയിരുന്നു ഈ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടുത്തെ നഗരങ്ങളെ രണ്ടായി തിരിച്ചു. അധികാരികൾ താമസിക്കുന്ന ഉയർന്ന പട്ടണവും സാധാരണക്കാർ താമസിക്കുന്ന താഴ്ന്ന പട്ടണവും എന്നിങ്ങനെയായിരുന്നു ആ രണ്ടു വിധത്തിലുള്ള നഗരങ്ങൾ. തെരുവിന്റെ ഇരുവശങ്ങളിലായി ചുട്ട ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ വീടുകൾ 2 നില കെട്ടിടങ്ങൾ, 1 നില കെട്ടിടങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തം ആയിരുന്നു. എല്ലാ വീടിനും പൊതുവായ കിണറും പൊതുവായ മുറ്റവും ഉണ്ടായിരുന്നു. ചുട്ട ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരുന്ന അഴുക്കുചാലായിരുന്നു ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. എല്ലാ വീടുകളിൽ നിന്നും അഴുക്കുചാൽ പൊതുവായ അഴുക്കുചാലിൽ എത്തിയിരുന്നു. കിണർ ആയിരുന്നു ഈ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ജനങ്ങൾ പ്രധാനമായും മാതൃദൈവത്തെ വിശ്വസിച്ചിരുന്നു. അതോടൊപ്പം പ്രോട്ടോഷോ എന്ന ശിവന്റെ ആദ്യ രൂപവും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പ്രളയം, പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കൃഷിയുടെ നാശം, പകർച്ചവ്യാധികൾ എന്നിവ ഈ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്നത്തെ ക്ലാസ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഫലപ്രദമായിരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.